ഹായ്, എസ് എൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് നമ്മുടെ പാർട്ട്ണർ നമ്മളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് രീതികളുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതായത് അവരുടെ ഭാഗത്തു നിന്ന് തന്നെ അവരുടെ പല പെരുമാറ്റങ്ങളിലൂടെ നമുക്കത് അറിയാനായിട്ട് പറ്റും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫ്രീക്വന്റ് കോണ്ടാക്റ്റ് ആണ്. അതായത് പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ലെങ്കിൽ പോലും ഇവര് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജും കോളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. എന്ത് ചെയ്യുന്നു, എവിടെയാണ്, ഇങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാൻ പറ്റും എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ആ ഒരു രണ്ടുപേരും കാണാതെ ആയിട്ട് വലിയ ഒരുപാട് ദിവസമൊന്നും ആയിട്ടുണ്ടാവില്ല, കുറച്ച് ദിവസമായിട്ടുണ്ടാവുള്ളൂ. ഇത്ര നാളും നിങ്ങൾ ഡെയിലി കാണുന്ന ആളുകളൊക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു കോളും മെസ്സേജൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് കാണുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ചിലപ്പോൾ മുമ്പ് അങ്ങനെയൊന്നും ആവില്ല. നിങ്ങൾ ഒരുമിച്ചുള്ള സമയത്തൊന്നും അല്ലെങ്കിൽ അങ്ങനെ പുറത്തു പോയി കഴിഞ്ഞാലൊന്നും ഇങ്ങനെ വിളിക്കലും മെസ്സേജും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളെ മിസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും അത് കാണാൻ പറ്റുന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാവരുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ മെസ്സേജ് അയക്കും. ബിക്കോസ് ആൾ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞവർക്ക് ഒരുപാട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, അല്ലാത്തവർക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അല്ലാത്ത ആളുകൾ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പ്രണയിക്കുന്ന ആളുകളാണെങ്കിൽ തന്നെ അവരിപ്പോൾ ഡെയിലി കാണാൻ പറ്റുന്ന ആളുകളൊന്നും ആയിരിക്കില്ല. അപ്പോൾ ഒരു ദിവസം കണ്ടു കഴിഞ്ഞിട്ട് അവർ വീട്ടിൽ പോയി കഴിയുമ്പോൾ എന്തായാലും ആ ഒരാളെ നമ്മൾ മിസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. പ്രണയിക്കുന്നവരാണെങ്കിൽ തന്നെ അവർ രണ്ടുപേരും മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പോയി കഴിയുമ്പോൾ ഫുൾ ആ മീറ്റ് ചെയ്തിട്ടുള്ള ഓർമ്മകളായിരിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ മിസ് ചെയ്യാനുണ്ടാവുക. അപ്പോൾ എല്ലാ ആളുകളിലും ഇങ്ങനെ തന്നെ ഉണ്ടാവുക, മിസ്സിങ് ഫീൽ ഉണ്ടായിരിക്കും. അങ്ങനെ മിസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ കോളും മെസ്സേജും ഒക്കെ കാണാൻ പറ്റും. പ്രത്യേകിച്ച് റീസൺ ഒന്നും ഉണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ റീസൺസ് ഉണ്ടാക്കിയിട്ട് അവരെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പാസ്റ്റ് മെമ്മറീസ് ഒക്കെ ആൾ മെൻഷൻ ചെയ്യും എന്നുള്ളതാണ്. അതായത് മുമ്പേ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചെയ്തിട്ടുള്ള ഫണ്ണായിട്ടുള്ള മൊമെന്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതൊക്കെ ആൾ ചിലപ്പോൾ മെൻഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ അന്ന് അങ്ങനെ ചെയ്തില്ലേ, ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട്, ഈ രീതിയിലൊക്കെ പറയുന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മൊമെന്റ് ആൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല അങ്ങനത്തെ മൊമെന്റ്സ് ഇനി റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ആൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വീണ്ടും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ പോകണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് നിങ്ങളെ അല്ലെങ്കിൽ ആ ഒരു സമയം ആൾ മിസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ പറയാൻ പറ്റുക. അപ്പം ഇങ്ങനെ നിങ്ങളെ ഒത്തിട്ടുള്ള അത്തരം മൊമെന്റ്സും കാര്യങ്ങളൊക്കെ ആൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതന്നെയാണ് കാരണം. നിങ്ങൾ ഒത്തിരി ഇഷ്ടമാണ്, അപ്പോൾ നിങ്ങളുടെ കൂടെ ഇരിക്കണം എന്നൊക്കെ ആൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് ചിലപ്പോൾ കുറേ സംസാരിക്കണം എന്നുണ്ടായിരിക്കും. അങ്ങനെ കുറേ ആഗ്രഹങ്ങൾ ആളുടെ മനസ്സിലുണ്ടാവും. അപ്പം നിങ്ങളെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുന്നത് കൊണ്ടാണ് ആൾക്ക് ഈ പറയുന്ന പോലെ ചിന്തകളൊക്കെ വരുന്നുണ്ടാവുക. കഴിഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരുന്നത് അതുകൊണ്ടായിരിക്കും. അവിടെയും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവര് എത്ര തിരക്കാണ് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ചിലപ്പോൾ വളരെ ഷോർട്ടായിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും തരുന്നുണ്ടാവുക. അപ്പോൾ എങ്ങനെയാണെങ്കിലും ആൻസർ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടാവും. ചിലപ്പോൾ വളരെ ചെറിയ സില്ലി ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളോട് ചോദിക്കുന്നുണ്ടായിരിക്കും. ബിക്കോസ് നിങ്ങളുമായിട്ട് ആ ഒരു കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ആളങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതേസമയം നിങ്ങൾ ആൻസർ ചെയ്യുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയാണെങ്കിലും ആൾ തിരക്കൊന്നും കാര്യമാക്കില്ല, എങ്കിലും ചെറിയ രീതിയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, മുന്നൊക്കെ അത്രയും തിരക്കുള്ള ഒരു പേഴ്സൺ ആയിരുന്ന സമയത്ത് അവർ ചിലപ്പോൾ വലിയ രീതിയിലുള്ള ഒരു റിയാക്ഷൻ ഒന്നും ഉണ്ടാവില്ല, അതല്ലെങ്കിൽ ചിലപ്പോൾ റിപ്ലൈ ഒന്നും വലിയ രീതിയിൽ തരുന്നുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല, നല്ല രീതിയിൽ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് റിപ്ലൈ തരുന്നുണ്ട്. തിരക്കാണെങ്കിൽ പോലും ചെറിയ രീതിയിലാണെങ്കിൽ പോലും ആൻസർ ചെയ്യാനായിട്ട് ആൾ തയ്യാറാവുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു സൈനാണ്. മാത്രമല്ല അതിൻ്റെ അർത്ഥം ആ തിരക്കുകൾക്കിടയിൽ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നതുകൊണ്ടാണ് ആൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തിരക്കിൻ്റെ ഇടയിലും നിങ്ങൾക്ക് റിപ്ലൈ തന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ ടോൺ എന്നൊക്കെ നമുക്ക് പറയാം. അതായത് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ആൾ കുറച്ച് ഇമോഷണലി ഒക്കെ ചിലപ്പോൾ സംസാരിക്കും. ചിലർ അങ്ങനത്തെ ഇല്ല കേട്ടോ, ചിലർ ഇമോഷണലി സംസാരിക്കാൻ കഴിയാത്ത ആളുകളൊക്കെ ഉണ്ട്. ചിലപ്പോൾ അങ്ങനെയൊന്നും എല്ലാവരിലും കാണണമെന്നില്ല. പക്ഷേ ഇവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ നീ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബോറായിപ്പോയി, അല്ലെങ്കിൽ ആ രീതിയിൽ സംസാരിക്കും. അതായത് നീ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആകുമായിരുന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടാവും. ദാറ്റ് മീൻസ് നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ അവർ കുറച്ചുകൂടി ഹാപ്പി ആകുമായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു നിമിഷം കുറച്ചുകൂടി മനോഹരമായി മാറിയേനെ, ഇത്തരത്തിലുള്ള ഒരു സംസാരങ്ങളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നിങ്ങളുടെ ഇടയിൽ വരും എന്നുള്ളതാണ്. അങ്ങനെ ഇമോഷണലി ആൾ കുറച്ച് സോഫ്റ്റായിട്ട് സംസാരിക്കുന്നുണ്ടായിരിക്കും, ഭയങ്കര സോഫ്റ്റായിട്ട് ഭയങ്കരമായിട്ട് നിങ്ങളെ കെയർ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ വളരെ നല്ല സൈനുകളാണ് നിങ്ങളെ അവർ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, ആ ഒരു സമയത്ത് നിങ്ങൾ എത്രത്തോളം അവർ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ശരിക്കും അവർ പറയാതെ തന്നെ പറയത്തുണ്ടാവും നിങ്ങളെ അവർ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. ഡയറക്റ്റ് ആയിട്ട് പറയണമെന്നില്ല,
ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട്, അതായത് ഈ ഒരു സമയത്ത് നീ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു, ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ പറയുന്നുണ്ടാവുക. ചിലർക്ക് അങ്ങനെ തുറന്ന് പറയാൻ മടിയുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള രീതികളിലൂടെയൊക്കെയാണ് പലരും സ്നേഹം പ്രകടിപ്പിക്കാറ്. അപ്പോൾ അങ്ങനെയൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ വഴി തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഇൻസ്റ്റഗ്രാമും ഒന്നും യൂസ് ചെയ്യാത്ത ആളുകൾ കുറവാണ്, മിക്ക ആളുകളും യൂസ് ചെയ്യുന്നവരാണ്. അപ്പൊ അതിൽ നമ്മൾ എല്ലാവരും കാണാറുണ്ട്, റീൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ ഇവർ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന റീൽസ് എന്ന് പറയുന്നത് മേ ബി നിങ്ങളെ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ പാകത്തിനുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇവർ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും എന്നുള്ളതാണ്. അതായത് നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ, ഒരാൾക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും, അവരോട് പറയാനുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവുക. മേ ബി തമാശയാണെങ്കിൽ പോലും അത് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് ആ ഒരാളെ നമുക്ക് ഓർമ്മ വരുന്നതുകൊണ്ടാണ് അല്ലേ. അപ്പൊ ഇവിടെയും അങ്ങനെ തന്നെയായിരിക്കും. നിങ്ങൾക്ക് അവരങ്ങനെ റീൽസ് ഒക്കെ ഷെയർ ചെയ്ത് തരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളെ കണക്ട് ചെയ്ത് എന്തോ കാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ പാകത്തിനുള്ള എന്തെങ്കിലും കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും റീൽസ് ഒക്കെ അവർ ഷെയർ ചെയ്ത് തരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ അവരെ സമയത്ത് നിങ്ങൾ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾ മുന്നേ ഒരുമിച്ച് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യമായി കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും വീഡിയോ ആയിരിക്കും അയച്ചു തരുന്നുണ്ടാവുക. എങ്ങനെയാണെങ്കിലും നിങ്ങളുമായി കണക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അത് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ കാണുന്നുണ്ടെങ്കിലും ഉറപ്പിക്കാം അവർക്ക് നിങ്ങൾ ഒത്തിരി ഇഷ്ടമാണ്, ഇടയ്ക്കിടയ്ക്ക് ചില സമയങ്ങളിലൊക്കെ ഒത്തിരി മിസ് ചെയ്യാറുണ്ട് എന്നുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ നമ്മുടെ പാർട്ട്ണർ നമ്മളെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ ഒരാളെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ മിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ അവർക്ക് നമ്മളോടുള്ള അത്രയും അധികം സ്നേഹം ഉണ്ടായിരിക്കും. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആ ഒരാളെ മിസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അവരെ കുറിച്ച് ആലോചിക്കുക പോലും ഇല്ല. ബിക്കോസ് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കുറിച്ച് നമ്മൾ ആലോചിക്കില്ല, നമ്മൾ മിസ് ചെയ്യില്ല, നമുക്ക് അവരെ കാണുന്ന പോലും ഉണ്ടാവില്ല. അങ്ങനെ മിസ് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരോടുള്ള സ്നേഹമല്ലേ. തിരിച്ചും അങ്ങനെ തന്നെയാണ്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ അവരിൽ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ സംശയത്തിൻ്റെ ആവശ്യം എന്താണ്, അവർക്ക് നിങ്ങളെ ഇഷ്ടമാണോ അല്ലേ എന്നുള്ളത്. നിങ്ങളോട് അത്രയധികം സ്നേഹം ആ ഒരു പേഴ്സൺ ഉണ്ടായിരിക്കും. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക, തിരിച്ചും ആ ഒരു സ്നേഹം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നന്നായിട്ട് തന്നെ ആ ബന്ധം അപ്പോൾ മുന്നോട്ട് പോകുന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ പാർട്ട്ണർ എങ്ങനെയുള്ള പേഴ്സൺ ആണ് എന്നുള്ളത്. സോ ആ ബന്ധം നന്നായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളതാണ്. നിങ്ങൾ കൂടി നല്ല രീതിയിൽ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ മനോഹരമായിട്ട് തന്നെ അത് നിങ്ങളുടെ മരണം വരെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പം അതിനെല്ലാവർക്കും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കോൺടാക്ട് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്